ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? ഞാൻ സിംഗിൾ പേരൻ ആ സമയത്ത്. അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കുക. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് പ്രയോറിറ്റൈസ് ചെയ്തത്. ഞാൻ കുഞ്ഞുങ്ങളുടെ പഠിത്തക്കാരെ എഡ്യൂക്കേഷന്റെ കാര്യം നോക്കണോ, അത് ഇവർക്കെതിരെ കേസുമായിട്ട് പോകണോ? അപ്പൊ കേസുമായിട്ട് പോയി അന്നൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. ഞാൻ അതിന് പോയില്ല. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അപ്പോൾ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണോ? തനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും മുകേഷിനോട് പിന്നീട് ഒരു 3-4 വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടിയിട്ട് താങ്കൾ പണം ചോദിച്ചു. എത്ര രൂപ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ 25,000 ഞാൻ ചോദിച്ചു മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി. അതുകൊണ്ട് അപ്പം തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു. സോറി കേട്ടോ, ഞാൻ ടൈറ്റ് ആണ്, ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. 2016 മുനീർ എന്ന വ്യക്തിയെ കല്യാണം കഴിച്ചത്. പക്ഷെ അതുവരെ ഞാൻ സിംഗിൾ പേരന്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പോലും ചോദിച്ചിട്ടും ഇയാളെ സഹായിക്കാൻ എത്ര ക്രൂരനാണെന്ന് ഓർത്തു നോക്കി. മിനു വാട്സപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച 1-2 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ മുകേഷുമായിട്ട്. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾ ഒന്ന് മനസ്സിലാക്ക്. നമ്മള് എന്തൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലോ നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. ഹലോ ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നുമുണ്ട്, അത് കാണിക്കട്ടെ. ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല. പിന്നെ ഞാൻ വേറെ എന്തോ ഒരു മെസ്സേജ് ആദ്യകാലത്തെങ്ങാണ്ട് അയച്ചായിരുന്നു. മുകേഷേട്ടൻ ഇതൊക്കെ കളാം, സരിത ചേച്ചിയായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക, സരിത ചേച്ചിയുടെ 2 ആൺകുട്ടികൾ, അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് ആദ്യകാലത്ത് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട്. അതോ ഞാൻ ഓർക്കുന്നുണ്ട്. ശരി, നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? ഒരു പ്രൊട്ടക്ഷൻ അത്രേ ഉള്ളൂ. എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഉദാഹരണത്തിന് സ്മൈലി, ചുംബനത്തിന്റെ ഒരു സ്മൈലി അതൊന്നും അയച്ചിട്ടില്ല. ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്, സ്മൈലി ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട്. എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ്. എനിക്ക് മെമ്പർഷിപ്പ് വേണം. എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ്. എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ്. കൂട്ടത്തിൽ സ്മാർട്ട് എന്ന് മനസ്സിലായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല. ഇത് വെറുതെ ഒരു തമാശ. എനിക്ക് മെമ്പർഷിപ്പ് വേണം. എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ്. എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ്. ഇതൊന്നും മറക്കരുത്. എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് ചെയ്യും. നീ പറഞ്ഞ മട്ട് കേസ് വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പൂട്ടിയിടുന്നോ? സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട്. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ചാനല്. ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാൽ നമ്മൾ എല്ലാവരും ഉണ്ട്, കുറെ പേര്, എല്ലാം ഫ്രണ്ട്സാണ്. ഞാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉമ്മ അതിന്റെ ഒരു എന്താണ് ഐക്കോണാ, എന്താ പറയാ, അത് അയക്കുമ്പോ നമ്മൾ സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്. അതെന്റെ ഒരു സ്നേഹപ്രകടനം. ദാറ്റ്സ് ഓൾ. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും സ്നേഹപ്രകടനം. അതിന് പ്രേമമായിട്ടോ കാമമായിട്ടോ കാണരുത്. ഓക്കെ മിനു, എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് മുകേഷിന് ജാമ്യം കിട്ടിയത്. അതെ, എനിക്ക് മനസ്സിലായി. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റും?